ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നും 4 പേർ പുഴയിലേക്ക് ചാടി. പാലത്തിലൂടെ ട്രെയിൻ വരുന്നതിനിടെയായിരുന്നു സംഭവം. ഇതിൽ ഒരാളെ ട്രെയിൻ തട്ടിയതായും ലോക്കോ പൈലറ്റ് പറഞ്ഞു. ചാലക്കുടിയിൽ തെരച്ചിൽ ഊർജിതമാക്കി പോലീസും ഫയർഫോഴ്സും. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പാലത്തിലൂടെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ വരുന്നതിനിടെ 4 പേർ പുഴയിലേക്ക് എടുത്തു ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് നൽകുന്ന വിവരം. ഇതിൽ ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയും മറ്റു 3 പേർ എടുത്തു ചാടുകയുമായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചത്. ഇതനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ചാലക്കുടി പോലീസിന് വിവരം കൈമാറി. ഇതോടെ പോലീസും ഫയർഫോഴ്സും ചാലക്കുടി പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചു. തൃശൂർ, പുതുക്കാട് സ്റ്റേഷനുകളിൽ നിന്നുള്ള 2 സ്കൂബ സംഘവും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ചാലക്കുടി നഗരസഭാ ചെയർമാൻ, ചാലക്കുടി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം നിലവിൽ ആരെയും കാണാനില്ല എന്ന പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല. അർദ്ധരാത്രിയില് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ ഒരു അറിയിപ്പ് പോലീസിന് കിട്ടി. 4 ആളുകൾ ഈ ട്രാക്കിൽ നിന്ന് പുഴയിലേക്ക് ചാടി എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള ആളുകൾ ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. പോലീസിന്റെ കയ്യിൽ ഇതുവരെ മിസ്സിംഗ് കേസുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആരാണെന്ന് ഉള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഈ ലോക്കോ പൈലറ്റിന്റെ ഒരു അറിയിപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് കൃത്യമാക്കുന്നതിനും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വസ്തുതകൾ അന്വേഷിക്കുന്നതിനും കൃത്യമായി അത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും വേണ്ടി പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും അതിന്റെ സ്കൂബ ടീമും ഇപ്പോൾ ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നും അതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിൽ നടപടികൾ തുടരുകയാണ്. ഇത്തരത്തിലുള്ള ഒരു മിസ്സിംഗ് പ്രദേശത്തെ കുറിച്ച് അങ്ങനെ പോലീസിന്റെ കയ്യിൽ വിവരങ്ങളൊന്നുമില്ല. മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ എന്തെങ്കിലും മിസ്സിംഗ് കേസുകളുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.